ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം ഓരോ ദിവസവും ഗൗരിമോടുള്ള ജീവിതം അവൻക്ക് വലിയ ഇഷ്ടത്തോടു കൂടെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉച്ച സമയത്ത് ഗൗരിമോൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവളൊരു കുസൃതി ഒപ്പിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട, ഈ ഭക്ഷണത്തിൽ ഉറുമ്പാണ്. അവിടെ കിടന്നിരുന്ന ഒരു ഉറുമ്പിനെ പിടിച്ച് ഭക്ഷണത്തിലേക്ക് ഇടുകയാണ് ഗൗരിമോള്. വിക്രം അവളോട് നന്നായി നിന്നോണ്ട് തന്നെ അവൾക്ക് ചപ്പാത്തിയും ഐസ്ക്രീമൊക്കെ കൊടുത്ത് അവളെ കയ്യിലെടുക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്തോറും ഗൗരിമോളുടെ പ്രിയപ്പെട്ട ആളായി മാറുകയാണ് വിക്രം. വേദയാണെങ്കിലോ ഗൗരിമോളെ കാണാതെ എന്നും നാട്ടിലെ വിശേഷങ്ങൾ അറിയാനായിട്ട് വേദ ഗൗരിമോളെ വിളിക്കുന്നുണ്ട്. അന്നേരത്ത് ഗൗരിമോള് വിക്രമിനെ കുറിച്ച് പറയാണ്. അല്ല മോളെ, എങ്ങനെയുണ്ട് നിന്റെ ബോഡി ഗാർഡ്? അയാൾ സൂപ്പറാണ്, കീചകനല്ലെന്നാ പറയുന്നത്. വിക്രമാദിത്യ മഹാരാജാവാണെന്നാ എന്നോട് പറഞ്ഞത്. അന്നേരം വേദയ്ക്ക് തൻ്റെ വിക്രമിനെ ഓർമ്മ വരുന്നുണ്ട്. അയാളുടെ യഥാർത്ഥ പേര് വിഷൻ എന്നല്ലേ? അതെ അമ്മേ, എന്നാലും എനിക്ക് എപ്പോഴും കാണുമ്പോൾ കീചകനെയാ ഓർമ്മ വരുന്നത്. മോളെ, അയാൾ പറഞ്ഞത് കേട്ട് അനുസരണയോടെ നിൽക്കണേ, നീ കുസൃതിയൊന്നും ഒപ്പിക്കരുത്. അങ്ങനെ മോളും അമ്മയും സംസാരിക്കുന്നുണ്ട്. അന്നേരം വിക്രമിനെ ഓർത്ത് വേദ നിൽക്കുക. തൻ്റെ മോളെ എത്രയും പെട്ടെന്ന് വിക്രമിൻ്റെ കൈകളിൽ ഏൽപ്പിക്കണം. സത്യങ്ങളെല്ലാം തരുണിനോട് തുറന്നു പറയണം. പോകും തോറും അപകടത്തിലേക്കാണ് പോകുന്നത്. തൻ്റെ മോളെ മേൽ തനിക്കൊരു അവകാശമില്ലാതെ ആവുമോ എന്നൊരു ഭയം അവൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വേദ നാട്ടിലേക്ക് വരുമ്പോൾ അപ്രതീക്ഷമായി തൻ്റെ മകളെ നോക്കാൻ വന്ന ബോഡി ഗാർഡ് മറ്റാരുമല്ല അവളുടെ സ്വന്തം അച്ഛനാണെന്ന് തിരിച്ചറിഞ്ഞ് അവളാകെ നെട്ടുന്നു. വിക്രമും വേദയെ തിരിച്ചറിയാൻ ഗൗരിമോളുടെ അമ്മ വേദയാണ്. എന്താണ് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചെന്നും ഈ 5 വർഷത്തിനിടയിൽ എന്താണ് സംഭവിച്ചെന്നും മനസ്സിലാവാതെ വിക്രം ആകെ തകർന്നു പോകുന്ന നിമിഷമായിരുന്നു. തരുണിൻ്റെ ഭാര്യയാണ് വേദ എന്നാണ് വിക്രമിൻ്റെ വിചാരം. അതുതന്നെയാണെന്ന് സത്യമെന്ന മട്ടിലാണ് എല്ലാവരുടെ പെരുമാറ്റവും. ഗൗരിമോൾ അച്ഛൻ അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെ വിക്രമിൻ്റെ നെഞ്ചിൽ വല്ലാത്തൊരു കുത്തലാണ്. വിക്രം ആകെ തകർന്ന് വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം മാഷ് ചോദിക്കുന്നുണ്ട്, അച്ഛനോട് ഈ കാര്യം പറഞ്ഞാൽ അച്ഛനാകെ തകർന്നു പോകുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ വയൽ വെച്ച് ശങ്കരനാരായണൻ വിക്രമിനെ കാണുമ്പോൾ വിക്രം വേദ എവിടെയാണെന്ന് വിക്രമിനറിയാം എന്ന രീതിയിൽ ശങ്കരനാരായണനോട് സംസാരിക്കാണ്. എന്താ മോനെ നീ പറയുന്നത്? അതെ, നിന്നെ കാണാനായിട്ട് അവൾ തിരുവനന്തപുരം ജയിലിൽ വന്നിരുന്നു. അന്ന് ഞാൻ അവളെ തടഞ്ഞത്. അവൾക്കൊരു കുടുംബമുണ്ടെന്നാ ഞാൻ കേട്ടത്. എന്താണ് സത്യാവസ്ഥ എന്ന് എനിക്കറിയില്ല. അന്ന് മറ്റൊരു സ്ത്രീ ഫോൺ എടുത്താ എന്നോട് കാര്യം പറഞ്ഞത്. അന്ന് ഞാൻ നിന്നെ ഇനി ശല്യം ചെയ്തതെന്ന് അവളോട് പറഞ്ഞിരുന്നു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വേദക്കതിന് ഒരിക്കലും കഴിയില്ല. എന്തോ ഒരു ചതി ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവൻ്റെ അമ്മ, തരുണിൻ്റെ അമ്മ, മറ്റൊരു സത്യം കൂടെ മനസ്സിലാക്കാണ്. ഗൗരിമോളെ നോക്കാൻ വന്നത് മറ്റാരുമല്ല അവളുടെ സ്വന്തം അച്ഛനാണെന്ന്, വേദയുടെ വിക്രമാണെന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതോടുകൂടെ അവർ പുതിയൊരു തന്ത്രം പണിയുന്നുണ്ട്. വിക്രമിനെയും വേദയെയും എങ്ങനെയും അകറ്റണം. തൻ്റെ മകൻ്റെ ഭാര്യയാണ് അവളെന്ന് അവനെ വിശ്വസിപ്പിക്കണം. അതിനുവേണ്ടി അവർ തന്നെ അവനോട് പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് വന്ന നിധിയാണ് വേദ. 5 വർഷങ്ങൾക്ക് മുമ്പെയാണ് അവളെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അവള് ആ സമയത്ത് അവർക്ക് ആരുമില്ലായിരുന്നു. അങ്ങനെ എൻ്റെ മകൻ്റെ ഭാര്യയായി, അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി. പിന്നീട് ആ കുഞ്ഞി പ്രസവിച്ചതിന് ശേഷമാണ് അവൾ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പ്രാപ്തിയാക്കിയത്. ഒരു കലക്ടറായി, ഇപ്പോൾ ഒരു IAS കാരിയാണ്. പോലീസുകാരന് യോജിച്ച ഭാര്യ തന്നെ. അങ്ങനെ പറഞ്ഞ് വിക്രമിൻ്റെ മനസ്സിൽ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. തരുണിൻ്റെ ജീവിതം അത് മാത്രമാണ് ഇപ്പോൾ അമ്മയുടെ മുമ്പിലുള്ളത്. എന്നാൽ അത് അങ്ങനെയല്ലെന്ന് വിക്രം തിരിച്ചറിയാൻ കുറച്ച് എപ്പിസോഡുകൾ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയും വിക്രമും പരസ്പരം കണ്ടുമുട്ടിയതിനു ശേഷവും വേദ തരുണിൻ്റെ ഭാര്യയാണെന്ന് വിക്രം അങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് വേദയും തിരിച്ചറിയാണ്. അവൾക്ക് നെഞ്ചു പൊട്ടുന്ന വേദനയുണ്ടായിരുന്നു. വിക്രം തന്നെ തെറ്റിദ്ധരിക്കുമെന്നും അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരവസ്ഥയിൽ വിക്രം തൻ്റെ വീട്ടിലേക്ക് വരുമെന്നും അവളും ഒരിക്കലും കരുതിയതല്ല. അങ്ങനെ വിക്രമിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോഴെല്ലാം വേദയുടെ മുമ്പിൽ നിന്ന് അവൻ മറഞ്ഞു കളയാണ്. എന്നാൽ ഗൗരിമോളെയും ആ വീടൊക്കെ വിട്ടിട്ട് പെട്ടെന്നൊന്നും വിക്രമിന് ആ ജോലി ഉപേക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ വിക്രമും ഗൗരിമോളും സ്കൂൾ പോകുന്ന സമയത്ത് അവർക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട്. അതും വേദയുടെ ശത്രുക്കൾ തന്നെയാണ് ആ അറ്റാക്കിന് പുറകിലുണ്ടായിരുന്നത്. അങ്ങനെ ശ്രീകാന്തിൻ കൂട്ടാളികളും തന്നെയായിരുന്നു കേട്ടോ. വിക്രമിൻ്റെ മകളാണ് ഗൗരിയെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ വിക്രമിനെയും ഗൗരിയെയും ഒരുമിച്ചില്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് പറഞ്ഞു വിടാണ്. അവർ രണ്ടുപേരും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് ആക്സിഡൻറ്റ്.
കുഞ്ഞ് തെറിച്ചു പോകുന്നുണ്ട്. അത്യാഹിത നിലയിൽ വിക്രം ഹോസ്പിറ്റലാവാണ്. കുഞ്ഞിന് ചെറിയ പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വിക്രമിനെ കാണാനായി വേദ ഓടി വരുന്നുണ്ട്. തൻ്റെ മകളെ രക്ഷിക്കുന്നതിനിടയിൽ സ്വന്തം അച്ഛൻ തന്നെ പരിക്ക് പറ്റിയതറിഞ്ഞ് വേദ ചങ്കു പൊട്ടി കരയുന്നുണ്ട്. എന്നാൽ വിക്രമിൻ്റെ അവസ്ഥ കണ്ട് അവൾക്കും ഇതിൽ നിന്ന് എങ്ങനെയെല്ലാം അവനെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ കുറച്ചുനാൾ വിക്രം ഹോസ്പിറ്റലും വീട്ടിലായി കഴിഞ്ഞു. വിക്രമിനെ കാണാനായി ഗൗരിമോളെയും കൊണ്ട് വേദ സുധാകര മാഷിനും വിക്രം താമസിക്കുന്ന വീട്ടിലെത്തുന്നുണ്ട്. അവളെയും ഗൗരിമോളെയും കണ്ടതും സുധാകര മാഷ് നെട്ടലോടെ വേദയോട് ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു മോളെ ഈ കുഞ്ഞ്? അച്ഛ, ഞാൻ എല്ലാം പറയാം. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് സുധാകര മാഷ് വേദയെ. അവൾ അവിടെ ഇരുന്ന് എല്ലാം പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളല്ല മോളെ. അവനാകെ തെറ്റിദ്ധരിച്ചിരിക്കാം നിന്നെ. നീ തരുണിൻ്റെ ഭാര്യനെന്ന അവളുടെ വിചാരം. അത് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനാണ് അന്ന് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഈ കുഞ്ഞ് തരുണിൻ്റെതാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുമായിരുന്നു. അതിപ്പോൾ വലിയ അബദ്ധമായെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ കുഞ്ഞിൽ യാതൊരു അവകാശമില്ല. ഹോസ്പിറ്റൽ രേഖയിൽ പോലും ഇത് തരുണിൻ്റെ കുഞ്ഞാണ്. മരിച്ചുപോയത് എൻ്റെ കുഞ്ഞും. എന്നാൽ അമ്മയ്ക്കെല്ലാം സത്യങ്ങളും അറിയാം. അമ്മയ്ക്കെല്ലാം അറിഞ്ഞിട്ടും മകൻ്റെ ജീവനും മകൻ്റെ മാനസികാവസ്ഥ രക്ഷിക്കാനായിട്ട് അമ്മ എന്നെ ആ വലിയ കുരുക്കിൽ കൊണ്ടിട്ടു. ആദ്യമൊക്കെ അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് തരുണിനോട് പറയാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് അത്ര കാര്യമാക്കിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഗൗരിമോളോടും തെറ്റാ. സ്വന്തം അച്ഛൻ കൺമുമ്പിലുണ്ടായിട്ടും അത് നിന്റെ അച്ഛനാണ്, തരുണല്ലെന്ന് പറയാൻ എനിക്കാവുന്നില്ല. വേദയുടെ ധർമ്മസങ്കടം മനസ്സിലാക്കിയ മാഷ് അവളെ കൈപിടിച്ച് പറയുന്നുണ്ട്, അധികം വൈകാതെ എല്ലാം തരുണിനോട് പറയണം. അതെ, തരുൺ സാറിനെ അച്ഛനെ അറിയാം. പണ്ട് അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കണക്ക് സാറ് അത് സുധാകരൻ മാഷാണെന്ന് എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധമൊന്നും ഞാൻ ഇതുവരെ തരുണിനോട് പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഗൗരിമോള് അമ്മേ എന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ മാഷ് വാത്സല്യത്തോടെ അവളെ വാരിയെടുക്കാണ്. ആരെ അമ്മേ ഇത് എന്ന് ചോദിക്കുമ്പോൾ ഇത് മോളുടെ അച്ചച്ചനാണെന്ന് പറയാണ്. ഹായ് അച്ചച്ച, അച്ചച്ചനെ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സുധാകരൻ മാഷിനെ കെട്ടിപ്പിടിച്ച് കവിളിൽ മുത്തം നൽകുന്നുണ്ട്. മോളെ, ഈ കുഞ്ഞിനോട് നീ ഇനി ആ ചതി ചെയ്യരുത്. ഇവളോട് ഇവളുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് പറയുക തന്നെ വേണം. ശരി, അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എനിക്കെൻ്റെ അച്ഛനെ കാണണം. അങ്ങനെ ശങ്കരൻ നാരായണനെ കാണാനായിട്ട് വേദ പോകുന്നുണ്ട്. എപ്പോഴും തെന്നിൽ നിന്ന് എന്തിനാണ് ഒളിച്ചോടുന്നതെന്ന് ശങ്കരനാരായണനോട് ചോദിക്കുന്നുണ്ട് വേദ. അല്ല, നീ ഇപ്പോൾ ഒരു കുടുംബമായി കഴിയല്ലേ, ആരാ അച്ഛനോട് ഇതൊക്കെ പറഞ്ഞത്? അങ്ങനെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ശങ്കരനാരായണൻ വേദയോട് പറയാണ്. അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവാണ് അമ്മ തന്നെ മനഃപൂർവ്വം ചതിക്കുമായിരുന്നെന്ന്. സ്വന്തം മകൻ്റെ ജീവന് വേണ്ടി, അവരുടെ ജീവിതത്തിന് വേണ്ടി തന്നെ ബലിയാടാക്കുകയാണ്. സ്വന്തം മകന് ഭാര്യയും മകളും വേണം. അതിനുവേണ്ടി അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ സ്വാർത്ഥതരാകുമെന്ന് വേദിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഗൗരിമോൾക്കും വിക്രമിനുമെതിരെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചല്ലോ. അതോടുകൂടെ വിക്രം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ഡിസ്ചാർജായി. അങ്ങനെ വിക്രമാണെങ്കിലും പറ്റേ വേദയെ അവോയ്ഡ് ചെയ്യാണ്. തന്നെ ഒരുപാട് സ്നേഹിച്ചവൾ, ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചവൾ, ഇപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണ് അവൻ്റെ കണ്ണിൽ, മറ്റൊരാളുടെ കുഞ്ഞിൻ്റെ അമ്മ. ആ നിലയ്ക്ക് വേദയോട് തനിക്ക് കാണാൻ കഴിയൂ. അങ്ങനെ വിക്രമിനെ എങ്ങനെയെങ്കിലും സത്യം പറഞ്ഞ് മനസ്സിലാക്കണം. വേദ അവൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. ഗൗരിമോളെ കണ്ടതും വിക്രം വാത്സല്യത്തോടെ അവളെ നോക്കാണ്. എന്നാൽ വേദയ്ക്ക് മുഖം കൊടുക്കുന്നില്ല. വിക്രം, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എനിക്ക് സംസാരിച്ചാൽ മതിയാവൂ. എനിക്കൊന്നും കേൾക്കാനില്ല. നീ മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്. ഞാൻ കെട്ടിയ താലിയുമായിട്ടാണ് അന്ന് നമ്മൾ തമ്മിൽ രണ്ടിടത്തായത്. പിന്നെ എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അന്നേരം വേദ പറഞ്ഞു, വിക്രം, എനിക്കെന്താ പറയണമെന്ന് കേൾക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണം. വിക്രമിന് വേണ്ടിയാണ് ഞാനിങ്ങനൊരു വേഷം കെട്ടിയത്. എനിക്ക് വേണ്ടിയോ? ഞാൻ നിന്നോട് വേറെ വിവാഹം കഴിക്കാൻ പറഞ്ഞോ? അല്ല, വിക്രമിൻ്റെ മകൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുഞ്ഞിനെ ആരും കൊല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ കുഞ്ഞ് തരുൺ സാറിൻ്റെതാണെന്ന് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കള്ളം പറഞ്ഞത്. ഹോസ്പിറ്റൽ മുഴുവൻ എൻ്റെ ഏട്ടനൊരുക്കിയ ഗുണ്ടാ സംഘമായിരുന്നു. ഏതു നിമിഷവും എൻ്റെ മകൾക്ക് ആപത്ത് പറ്റുമെന്ന് മനസ്സിലാക്കിയ ഞാനാണ്. തരുണിൻ്റെ അമ്മയും ഞാനും കൂടെ ചേർന്നാണ് അങ്ങനൊരു നാടകം നടത്തിയത്. തരുൺ സാറിൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചുപോയി. കുഞ്ഞും മരണപ്പെട്ടു. തരുൺ സാറിൻ്റെ മകളാണ് ഗൗരിമോളെന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. വിക്രം, ഗൗരിമോള് നിന്റെ മകളാണ്. അവളുടെ അച്ഛൻ നീയാണെന്ന് പറയുമ്പോൾ നെട്ടലോടെ വേദയെ നോക്കാൻ കേട്ടോ. വിശ്വസിക്കാനാവാതെ അങ്ങനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം വേദ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും?
അല്ല, ഹോസ്പിറ്റൽ രേഖകളിലെല്ലാം വേദയുടെ മകൾ മരിച്ചുപോയി. തരുണിൻ്റെ മകളാണ് ഇപ്പോഴുള്ള ഗൗരിമോളെന്നാണ്. ഹോസ്പിറ്റൽ പോയാലും വിക്രമിന് മനസ്സിലാവാൻ പറ്റും. 4-5 വർഷം ആയിക്കഴിഞ്ഞാലും അവിടുത്തെ ഹോസ്പിറ്റൽ ആ ഡോക്ടറുണ്ട്, അവർക്ക് സത്യങ്ങളൊക്കെ അറിയാം. അപ്പം തന്നെ എന്നോട് പറഞ്ഞതാണ് എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് തരുൺ സാറിനോട് തുറന്നു പറയണമെന്ന്. അമ്മയും എനിക്കത് കൂട്ടുനിന്നു. ഇപ്പോൾ അമ്മ എന്താ ഇങ്ങനെ ചൂട് മാറ്റി പിടിക്കുന്നത് എനിക്കറിയില്ല. തരുൺ സാറിൻ്റെ ജീവിതം തകരുമെന്ന് കരുതിക്കൊണ്ടായിരിക്കും. ഗൗരിമോൾ സ്വന്തം മകളെന്നറിയുമ്പോൾ സാർ ഒരുപാട് തകർന്നു പോവും. അതുകൊണ്ടായിരിക്കും. അത് കരുതി എത്ര കാലം ഇത് മറച്ചു വെക്കും? ഗൗരിമോളെ നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞല്ലേ. അതൊക്കെ ശരിയാണ്. വിക്രമിനെ വിശ്വസിച്ചാൽ മാത്രം മതി. വിക്രമിനെ മറന്നൊരിക്കലും ഞാൻ ജീവിച്ചിട്ടില്ല. ഞാനിന്ന് ആരുടെയും ഭാര്യയുമല്ല. വിക്രം കെട്ടിയ താലി തന്നെയാ ഇപ്പോഴും എൻ്റെ കഴുത്തിൽ. സാരിക്കുള്ളിൽ മറിഞ്ഞിരുന്ന ആ താലിയെടുത്ത് ഉയർത്തിപ്പിടിച്ച് വേദ വിക്രമിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വിക്രം അപ്പോൾ സന്തോഷാവാണ്. ഗൗരിമോൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. മോളെ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയെ എടുക്കാനായിട്ട് കൈ ഉയർത്തുന്നുണ്ട് വിക്രം. അങ്ങനെ 3 പേരും ഒരുമിക്കാണ്. പക്ഷേ അടുത്ത ടാസ്ക് തരുണിനോട് എങ്ങനെ സത്യങ്ങൾ തുറന്നു പറയുമെന്നറിയാതെ ഇവരാകെ കുഴങ്ങുന്നുണ്ട്. അങ്ങനെ വിക്രം അമ്മയുടെ മുമ്പിൽ എത്താണ്. അമ്മ, വലിയൊരു ചതിയാ ഞങ്ങളോട് ചെയ്തത്. എത്രയും പെട്ടെന്ന് തരുൺ സാറിനോട് പറയണം. വേദയെ വെറുക്കാനല്ലേ അതെൻ്റെ ഭാര്യ, എൻ്റെ മകൻ്റെ ഭാര്യയാണെന്ന് അന്ന് എന്നോട് കള്ളം പറഞ്ഞത്. പക്ഷേ വേദ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. അവൾ എന്താണെന്നും ഏതാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. അവളെ ബലമായി കഴുത്തിൽ താലി കെട്ടിയവനാ ഞാൻ, അവളെ സ്നേഹിച്ച പുരുഷനിൽ നിന്ന്. എന്നിട്ട് പോലും ആ ഒരു താലിയുടെ ആ മഹത്വം മനസ്സിലാക്കി അവൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. അവളുടെ വീട്ടുകാർ ഉറപ്പിച്ച വിവാഹം പോലും അവൾ അതിനൊരു വില പോലും കൽപ്പിച്ചില്ല. താലിക്കായിരുന്നു അവൾ വില കൽപ്പിച്ചത്. എനിക്കറിയായിരുന്നു എന്തോ ഒരു ചതി ഇതിലുണ്ടെന്ന്. മോനെ, അത് പിന്നെ തരുണിനോട് ഞാൻ എങ്ങനെയാ പറയാ ഗൗരിമോൾ അവൻ്റെ കുഞ്ഞല്ലെന്ന്? പക്ഷേ ഇനിയും പറയാതിരുന്നാൽ വലിയ അപകടം ഉണ്ടാവും. ഗൗരിമോൾക്ക് വയസ്സ് കൂടിക്കൂടി വരികയാണ്. അവൾക്ക് മനസ്സിലാക്കേണ്ടേ അവളുടെ അച്ഛൻ ആരാണെന്ന്? തരുൺ സാറാണ് എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. മോളും അങ്ങനെ തന്നെ. പെട്ടെന്ന് മോളെ നോക്കാൻ വന്ന ബോഡി ഗാർഡാണ് സ്വന്തം അച്ഛനെന്നറിയുമ്പോൾ അവളുടെ മനസ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും? അമ്മ അത് ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ ശരി തന്നെ. പക്ഷേ തരുണിനോട് സത്യങ്ങളൊക്കെ പറയണം. അതെ, സാറിന് മനസ്സിലാവും നമ്മുടെ വിഷമം. അന്ന് വേദ തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടാതിരിക്കാനാ അങ്ങനെ ഒരു തീരുമാനമെടുത്ത്. അതും ഒരുപാട് ആശ്വാസമായിട്ടുണ്ടാവുമല്ലോ തരുൺ സാറിന്. എപ്പോൾ വേണമെങ്കിലും ഗൗരിമോളെ കാണാം. പക്ഷേ സാറ് മാത്രം ആ ഒരു സത്യം മനസ്സിലാക്കണം. തൻ്റെ മകളല്ല ഗൗരി, വിക്രമിൻ്റെയും വേദയുടെയും മകളാണെന്ന കാര്യം. അങ്ങനെ ഒടുവിൽ തരുണിനോട് പറയാമെന്ന് കരുതാണ്. പക്ഷേ തരുൺ ആരൊക്കെ പറഞ്ഞിട്ടും തരുൺ അത് വിശ്വസിക്കുന്നില്ല. തൻ്റെ മകൾക്ക് വേണ്ടി ഏതറ്റവും വരെ പോകുമെന്നും എല്ലാ റെക്കോർഡുകളിലും അവൾ തൻ്റെ മകളാണെന്നും അയാൾ വാദിക്കുന്നുണ്ട്. പക്ഷേ കോടതിയിലെത്തുമ്പോൾ DNA ടെസ്റ്റിലൂടെ ഗൗരിമോൾ വേദയുടെയും വിക്രമിൻ്റെയും മകളാണെന്ന് തെളിയുകയും ചെയ്യുമ്പോൾ തരുണാകെ തകർന്നു പോവാട്ടോ. അവനെ പഴയ നിലയിലേക്ക് തന്നെ പോവാണ്. എന്നാൽ തരുണിനെ സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് വേദയും വിക്രമും തന്നെയാണ്. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാട്ടോ. ഈ അടുത്ത കാലത്തൊന്നല്ല ഈ ഒരു സീനൊക്കെ വരുന്നത്. കുറച്ച് ഇതിന് ശേഷമാണ് ഈ തരുണിനോടൊക്കെ സത്യം പറയുകയും ഗൗരിമോൾ തൻ്റെ മകളാണെന്നൊക്കെ വിക്രം തിരിച്ചറിയുന്നതൊക്കെ കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം മാത്രമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.